എൻ്റെ പ്രിയപ്പെട്ടവരെ, സുവിശേഷം നമുക്ക് നൽകുന്ന ഒരു നിരീക്ഷണമുണ്ട്. കാര്യം നമുക്ക് ചുറ്റും ഇപ്പോൾ ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ചിലർ ഇപ്പോൾ ഓണത്തിന് തന്നെ എന്തുമാത്രം ലഹരി പദാർത്ഥങ്ങൾ ചിലവായി പോവുകയും അതുപോലെ തന്നെ നാടോടുമ്പോൾ നടുവേ ഓടണമെന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകളുമൊക്കെ മദ്യപിക്കാൻ തുടങ്ങി ചിലയിടത്തൊക്കെ. അതൊക്കെ കണ്ട് കുഞ്ഞുങ്ങളും കാണുന്നുണ്ട്. നാളെ മധ്യ കേരളം എന്ന് പറയുന്നത് മധ്യ കേരളമൊക്കെ ചെയ്യുക. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കൽ കൃപ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവരെ തിരിച്ചു കൊണ്ടുവരാൻ വലിയ പാടായിരിക്കും. ഇവരെ 6-ാം അധ്യായം 4-ാം വാക്യം വായിച്ചേ. ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും പരിശുദ്ധാത്മാവിൽ പങ്കുകാരാവുകയും ദൈവവചനത്തിന്റെ നന്മയും വരാനിരിക്കുന്ന യുഗത്തിന്റെ ശക്തിയും രുചിച്ചറിയുകയും ചെയ്തവർ വീണു പോവുകയാണെങ്കിൽ അവരെ അനുതാപത്തിലേക്ക് പുനരാനയിക്കുക അസാധ്യമാണ്. കാലാകാലങ്ങളായിട്ട് അവർ സഭാവിരുദ്ധരായിട്ട് ജീവിച്ചിരിക്കുന്നവരും അതാണ് കുളിച്ച പന്നി ചെളി കിടന്നുരുളെന്ന് പറഞ്ഞത്. 2:22 എടുത്തേ. നായ് ഛർദ്ദിച്ചത് തന്നെ വീണ്ടും ഭക്ഷിക്കുന്നു. കുളിച്ച പന്നി ചെളിക്കുണ്ടിൽ വീണ്ടും ഉരുളുന്നു എന്ന പഴമൊഴി അവരെ സംബന്ധിച്ച് ശരിയാണ്. അപ്പൊ ഒരു വീട്ടില് ഉദാശ ഇല്ലാതെ ജീവിക്കുന്നവരുണ്ടാകാം. അപ്പോൾ അത് പിന്നീട് വരുന്ന ആ ചേട്ടത്തി അനിയത്തിയും ഒക്കെ ആ രീതിയിലായി പോകും. കുളിച്ച പന്നി ചെളി കിടന്ന് വീണ്ടും വീണ്ടും ഉരുളുന്നെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അത് കേമത്വമല്ല ശരിക്കും പറഞ്ഞാൽ, അതിൻ്റെ കൃപ നഷ്ടപ്പെട്ടു പോയതാ. അപ്പോൾ നിങ്ങൾ അതാണ് വചനം പറയണത്. അതിൻ്റെ അകത്ത് ചില ആൾക്കാർ നിൽക്കുന്നു എന്ന് കരുതുന്നവൻ എന്ത് ചെയ്യണം? ഇത് കണ്ട് വീണ് പോകരുതെന്ന്. 1 Corinthians 10:12. ആകയാൽ നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതെ സൂക്ഷിച്ചു കൊള്ളട്ടെ. അപ്പൊ വീഴാനുള്ള സാധ്യതയൊക്കെ ഉള്ളതാണ്. കാര്യം നമ്മൾ തെന്നുന്ന സ്ഥലത്തല്ലേ നിൽക്കണത്. സമൂഹം മൊത്തം നോക്കുമ്പോൾ തെന്നുന്ന സ്ഥലത്താണ് നിൽക്കണത്. ഇപ്പൊ സങ്കീർത്തനം 73:18 അങ്ങ് അവരെ തെന്നുന്ന സ്ഥലത്ത് നിർത്തിയിരിക്കുന്നു. അവർ നാശത്തിലേക്ക് വഴുതി വീഴുവാൻ അങ്ങ് ഇടയാക്കിയിരിക്കുന്നു. വീണത് നിങ്ങൾ ഓർക്കണം, അവിടെ കേമത്തം കൊണ്ട് വീണതല്ല, ദൈവം തള്ളിയിട്ടതാണെന്ന്. പിടിയിടിയാ. ഓരോ അണ്ണന്മാർ വീണുന്നില്ലേ? വീടിന് മോന്തയും മുന്നിയൊക്കെ പോണില്ലേ? ഇല്ലേ? പല അബോർഷൻസും പല പ്രീമാരിറ്റൽ സെക്സും പല കലാപരിപാടിയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇത് കേമത്വമാണെന്ന് വിചാരിക്കണം. കേമത്വമല്ല. ഇങ്ങനെയുള്ള അവതാരങ്ങളെ കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റാത്തത് കൊണ്ട് ദൈവം തന്നെ തള്ളിയിട്ടിരിക്കുന്നതാണെന്ന്. എന്താ കാര്യം? പല ആൾക്കാരും തിന്മകൾ ചെയ്യുമ്പോൾ ഇവർക്ക് പിടിച്ചിരിക്കാൻ പറ്റണില്ല. അതുകൊണ്ടാണ് തെന്നുന്ന സ്ഥലത്ത് നിർത്തിയിരിക്കണമെന്നാണ് നമ്മളെ. അപ്പോൾ ദൈവം ഇങ്ങനെ ചില ആൾക്കാരെ തള്ളിക്കളയുന്ന കാര്യം ഉറപ്പായത് കൊണ്ടാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്.